നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നേ ഇന്ന്. അപ്പോൾ രാത്രി ടൈമിൽ എൻ്റെ പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ. കട്ടിങ്സൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിങ്സ് എടുത്തപ്പോഴാണ് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എക്സോട്ടിക് വെറൈറ്റീസാണ് കേട്ടോ ഇതൊക്കെ വന്നിട്ട് റെയർ ആണോ എന്ന് ചോദിച്ചാൽ അത്ര റെയർ ആണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും അവൈലബിളായി വന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റീസൊക്കെയാണ് ഇതൊക്കെ. ഇത് വന്നിട്ട് ടോക്കിയോ ഓറഞ്ചാണ് കേട്ടോ. ഇതൊരു നല്ല വെറൈറ്റിയാണ്. ഞാനും ഇതുവരെയ്ക്കും ഇതിൻ്റെ എക്സാക്റ്റ് ഫ്ലവർ കണ്ടിട്ടില്ല കേട്ടോ. ഇത് പാറ്റേൺഡ് റെഡാണ് കേട്ടോ. ഇതും നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ നോർമൽ ഒരു പിങ്കിനകത്ത് വൈറ്റ് വരുന്നതും ഒരു ബർഗൻഡി ഷെയ്ഡിനകത്ത് ഒരു വൈറ്റ് വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഒത്തിരി നല്ല നല്ല ഐഡീസ് ഉണ്ട്. പക്ഷേ എനിക്ക് എക്സാക്റ്റ് ഐഡീസും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിപ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ വെയിലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടും പിന്നെ ഇപ്പോൾ ഇടവിട്ട് മഴ വരുന്നത് കൊണ്ടുമൊക്കെയാണ് നമ്മളത് മാറ്റാണ്ട് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ഫംഗിസൈഡ് തന്നെ അതിന് കൊടുക്കണം. കറക്റ്റായിട്ടൊരു 7 ദിവസമെങ്കിലും നന്നായിട്ട് തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. വേരിലോ സ്റ്റെമ്മിലോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പ്ലാന്റിന് നല്ലൊരു വാട്ടം ഉണ്ടാവും. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ കൂടുതലും നമ്മുടെ എക്സോട്ടിക് വെറൈറ്റീസൊക്കെ ആകുമ്പോൾ നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ ചാണകപ്പൊടിയും മറ്റുമൊക്കെ കൊടുത്താൽ പ്ലാന്റ്സ് കേടായി പോവേ. അപ്പോൾ ടോക്കിയോ ഓറഞ്ചിൽ നിന്ന് കട്ടിങ്സ് ഒന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനെല്ലാം ഒന്ന് ട്രിം ചെയ്ത് വിടുകയാണ് കേട്ടോ. എൻ്റെ പോർഷനെല്ലാം ഇങ്ങനെ ട്രിം ചെയ്ത് വിടുകയാണ്. ട്രിം ചെയ്ത് വിടുമ്പോൾ ഒരു 2-3 ഇലയ്ക്ക് താഴെ വെച്ചിട്ട് വേണം ട്രിം ചെയ്യാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊടിപ്പ് വരുമ്പോൾ നുള്ളി വിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഹാങ്ങിങ് മിങ്കയ്ക്ക് ചെയ്യുന്നത്. പുതിയ തളിർപ്പ് വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നുള്ളി വിടാറാണുള്ളത് കേട്ടോ. പിന്നെ ഇത് എന്നിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും എൻഡിൽ ചെറുതായിട്ടൊന്ന് സാഫ് കൊടുക്കുകയാണ്. ഇതൊക്കെ നല്ല വെറൈറ്റീസാണ് ടോക്കിയോ ഓറഞ്ചൊക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി അതിനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു പ്രശ്നം പറ്റി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് വെയിൽ കിട്ടുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ നമ്മുടെ പെർസിമോണും JJBന്നൊക്കെ ഉള്ള കട്ടിങ്സൊക്കെ നമ്മളിതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ നിലവിൽ കട്ടിങ്സ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ പേർക്ക് തരാനുള്ള പ്ലാന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അറിയാമല്ലോ, നമ്മൾ ഹോം ഗാർഡനാണ്. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ പെറ്റൂണിയ കൊതിപ്പിച്ച് കടന്ന് കളയുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൽഡ്യൂ പോലെ വേറൊരു സംഭവം അതിൻ്റെ ഇങ്ങനെ നമ്മുടെ ലീഫിലൊക്കെ ഒരു ഡാർക്ക് പാച്ചസ് വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെന്തോ ഒരു അസുഖമാണ്, ഞാനത് മറന്നുപോയത്. ഇപ്പോൾ പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ നമ്മുടെ വൈറ്റും ഒക്കെ ഇങ്ങനെ നല്ലതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവസാനം കൊതിപ്പിച്ച് കടന്ന് കളയുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ടൈഡൽ വേവിൻ്റെ പ്ലാന്റാണ്. അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ. ഐഡിയ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലരിൽ നിന്നും കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ഐഡിയസും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. അപ്പം നല്ല സൂപ്പർ വെറൈറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റാണ്. കൂടുതൽ ശ്രദ്ധ കൊടുത്തപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെമ്മിനൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ വന്നിട്ട് ഓരോരോ വിങ്കാസാണ് കേട്ടോ. പേരൊക്കെ ഞാൻ പഠിച്ച് വന്നിട്ട് പറഞ്ഞുതരാവേ. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും കട്ടിങ്സാണ് ഇപ്പോൾ എടുത്തു വെച്ചത്. പക്ഷേ ഇത്രയും കട്ടിങ്സ് എടുത്തു വെച്ചതൊക്കെ കാര്യമായി. പക്ഷേ ഇത് നടുന്ന കാര്യമാണ് കുറച്ചധികം റിസ്ക്. എന്തായാലും നാളത്തെ രാവിലത്തെ പരിപാടി ഇത് നടുന്നതാണേ. അപ്പോൾ ഞാൻ സാഫ് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കട്ടിങ്സിനെ ജസ്റ്റ് മുക്കിയിടുകയാണേ. നമുക്ക് ഇൻഫെക്ഷനൊന്നുമില്ല. ഫ്രഷ് കട്ടിങ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനെ പോട്ട് ചെയ്യാം. ഞാനിപ്പോൾ നാളത്തേക്കല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ സാഫ് നേരത്തെ നമ്മുടെ സ്റ്റെമ്മിലൊക്കെ തേക്കാനെടുത്ത് സാഫിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് മുക്കിയിടുകയാണേ. ജസ്റ്റ് ഒന്ന് കിടന്നോട്ടെ, ഒന്ന് ഫ്രഷ് ആയിട്ട് നാളെ രാവിലെ നമുക്ക് നടാം. അപ്പോൾ അത് നടുന്ന വീഡിയോസ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടാവേ. അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടിന് പ്ലാൻസിൻ്റെ കാര്യങ്ങൾ വേണമെന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പോകട്ടെ. അപ്പോൾ ഞാൻ പ്ലാൻസ് ആകുമ്പോൾ ആ ഐഡിയിലേക്ക് കറക്റ്റായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് വരാമല്ലോ. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇന്നൊരു 3 ഓറഞ്ചിൻ്റെ ഷെയ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൽ നമ്മുടെ പ്ലാൻസ് സെയിലിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാൻസാണ്. റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ റൂട്ടായ ശേഷം മാത്രമേ സെയിൽ ചെയ്യുള്ളൂ.
നമുക്ക് എങ്ങനെയെങ്കിലും പ്ലാന്റ്സിനെ സെയിൽ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്. എക്സാക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല പ്ലാന്റ്സ് തരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്താലും നല്ല പ്ലാന്റ്സ് തരാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കട്ടിങ്സ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നാളത്തെ വീഡിയോയിൽ ഇതിന് ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നുള്ള കാര്യം കാണിച്ചു തരാവേ.